ഹായ് എല്ലാവർക്കും ലിപ്രി വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ? പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടയിലുണ്ടാക്കുമ്പോൾ നമ്മൾ കാണാമല്ലോ, ഈ അടിച്ചിട്ടൊക്കെ വേണം ഉണ്ടാക്കാനായിട്ട്. പൊറോട്ട അടിക്കാനായിട്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് അടിക്കാത്ത പൊറോട്ട, അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ട ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തവണ ഞങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് അത് സക്സസ് ആയി. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി വീണ്ടും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അല്ലേ? അപ്പോൾ എന്തായാലും പൊറോട്ടയ്ക്കുള്ള സാമഗ്രികളൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് ആദ്യം നമ്മൾ കുഴയ്ക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ചിക്കൻ ഞങ്ങൾ രാവിലെ തന്നെ വെച്ചു. അപ്പോൾ ഈ ചിക്കൻ കൂട്ടി വൈകിട്ട് ചിക്കനും പൊറോട്ടയും കഴിക്കുക എന്നുള്ളതാണ് മെയിൻ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. യെസ്, അതെ. പ്രിമിയും ജാനുവും ഉറങ്ങാണ് കേട്ടോ, അത് കാരണം വീഡിയോയിലില്ലാത്തത്. കുഴപ്പമില്ല, ഈ പൊറോട്ട ഉണ്ടാക്കി തുടങ്ങേണ്ട ഇടയ്ക്ക് അവർ വരും. തിന്നേണ്ട സമയമാകുമ്പോഴേക്കും എന്തായാലും അവരെല്ലാവരും എത്തും. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഇതിലേക്കൊക്കെ എത്താൻ കണ്ടില്ലേ, നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഈ കുറച്ചു നേരം മുമ്പ് ഇവിടെ നല്ല മഴയായിരുന്നു, എല്ലായിടത്തും നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു, മഴയൊക്കെ മാറി. ഇപ്പോൾ ഞങ്ങളെന്തായാലും പൊറോട്ട ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പോകാം അല്ലേ? ആദ്യം തന്നെ മാവ് കുഴച്ച് നമുക്ക് എടുത്തു വയ്ക്കണം. അപ്പോൾ ആദ്യം പൊറോട്ട സെക്ഷൻ. അപ്പോൾ ആദ്യം പൊറോട്ട ഉണ്ടാക്കാനായിട്ട് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് കുഴയ്ക്കുക എന്നുള്ളതാണ്. 2 ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെല്ലുവിളിയായി വരാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ മാവ് കുഴയ്ക്കുക എന്നുള്ളത്, കാരണം അത് ഇത്തിരി സ്ട്രെയിനുള്ള പണിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ പൊറോട്ട അടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വ്യത്യസ്തമായിട്ടാണ് കുറച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് പൊറോട്ട അടിക്കാണ്ടാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഏകദേശം 2 മണിയായിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അടിക്കാണ്ട് പൊറോട്ട ഉണ്ടാക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ഇത് കുഴച്ചിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം കുഴക്കേണ്ട പണി നോക്കാം. 1/2 കിലോ മൈദയാണ് നമ്മൾ കുഴയ്ക്കാൻ പോകുന്നത്. ഇതിൽ ഒരു സ്പൂൺ ഉപ്പ് നമ്മളിടുന്നുണ്ട്. ഇനി ഒരു മുട്ട, 2 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. 1/2 കിലോ മൈദ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം മതി ഇതൊക്കെ കുഴച്ചുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് നമ്മൾ ഒഴിക്കരുത്, കുറച്ചീശായിട്ട് നമ്മൾ ഒഴിക്കണം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഈ ഇത് കുഴച്ച് തുടങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ കുഴച്ച് ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒരു 2 സ്പൂൺ കൂടി നമുക്ക് വെള്ളം അതിൽ ചേർക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഈ കുഴയൊന്ന് ശരിക്കും അടിപൊളി സെറ്റാകാൻ വേണ്ടിയിട്ടാണ്, ഈ മാവൊന്ന് അടിപൊളിയായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ മാവ് ഒട്ടാണ്ടിരിക്കാനായിട്ട് നമുക്ക് കയ്യിൽ സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. ആക്കുമ്പോഴേ ഈ മാവ് കുഴക്കലാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗംഭീരമായിട്ട് കുഴക്കണം, നല്ല കുഴയാണ് സാറേ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്ന പോലെ. അതായത് നന്നായി പൊറോട്ടയ്ക്ക് കുഴച്ചുണ്ടാക്കണം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ട മാവ് കുഴച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അധികം നേരം ഇതിങ്ങനെ എടുത്ത് വെക്കണം. ഇങ്ങനെ ഒരു 4.5 മണിക്കൂർ നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം പിന്നെ അടുത്ത പണി നോക്കാനായിട്ട്. അപ്പോൾ ഇനി 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഹായ്, അപ്പോൾ നമ്മുടെ ഫുൾ ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ് പറഞ്ഞേ, ഞാനും ഹായ് പറഞ്ഞേ. ഓ, ഞാനെൻ്റെത് ഹായ് ഇട്ടത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 4 മണിക്കൂറായി. 2 മണിക്കാണ് നമ്മൾ കുഴക്കാൻ തുടങ്ങിയത്. 2:15-2:30 ആയപ്പോഴേക്കും നമ്മൾ കുഴച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ 6:30 ആയിട്ടുണ്ട്. അപ്പോൾ 4 മണിക്കൂറായി നമ്മളിത് വെച്ചിട്ട്.
അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഇത് പരത്തുക എന്നുള്ളതാണ് പരിപാടി. ബാക്കി പരത്തിയിട്ട് 1 മണിക്കൂർ നമ്മൾ വെക്കണം. അതിന് ശേഷമാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയുള്ള പൊറോട്ടയുടെ ഫുൾ പരിപാടികൾ ചെയ്യാൻ പോകുന്ന അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തിന്നണ കാര്യത്തിലായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത പരിപാടികളിലേക്ക് പോവാം അല്ലേ. പഞ്ചസാരയാണ് വിചാരിച്ചിട്ടായിരുന്നു കേട്ടാ. കൊട്ടിക്കോ. ഞാനുണ്ട് മാളുട്ടി. എവിടെയാ മാളുട്ടി? ആ സൈഡിലേക്ക് ആ സൈഡില് പൊറോട്ട പരത്താൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മളിവിടുത്തെ ഡൈനിങ് ടേബിളിലാണ്. ഇവിടെ ആദ്യം അതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് ഈ ഡൈനിങ് ടേബിൾ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിന്മേ നല്ലൊരു പരന്ന പ്രതലത്തിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പൊറോട്ട പരത്താൻ പോകുന്നത്. ആദ്യം ചെറിയ ബോളുകളാക്കി എടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ ഉണ്ടാക്കുന്ന ബോളിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ബോൾ ആക്കി എടുത്തിട്ടുണ്ട്. പാട്ട് പാടി എടുത്ത മാളുവിന് പാട്ട് പാടി കൊടുക്കും. മാളുവിന് ഉറക്കിയേ. ബോളുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറോട്ട പരത്തലാണ്. നമ്മൾ അടിക്കുന്നതിന് പകരമായിട്ടാണ് ഇത് പരത്തുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പരത്തണം ഇതുപോലെ ഒരു നല്ല പ്രതലത്തിൽ, അത് സ്ലാബുമ്മലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഡൈനിങ് ടേബിളുമ്മലോ അങ്ങനെ ഏതുമ്മോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പരത്താൻ പറ്റും. അതേ കണ്ടില്ലേ. ആദ്യം ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് മൈദപ്പൊടി തന്നെ കുറച്ച് ആദ്യം ഇവിടെ വെതറിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ബോളുകൾ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ നന്നായി പരത്തുക. നല്ല ചപ്പാത്തി പരത്തണം, നന്നായി വലുതാക്കി പരത്തണം കേട്ടോ. അപ്പം ഓരോന്ന് പരത്തി കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പൊടി ഇങ്ങനെ ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പരത്തിയ പൊറോട്ടയുടെ ഇങ്ങനെ വെക്കുക. ആദ്യത്തെ പൊറോട്ട പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ പൊറോട്ട പരത്തിയിട്ട് ഇങ്ങനെ വെക്കുന്നതിന് മുമ്പായിട്ട് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണ ഇങ്ങനെ നന്നായിട്ട് തടവി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പൊടിയും കൂടി ഇട്ടിട്ട് വേണം, അതായത് ഈ മൈദപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം മറ്റേ ഇവിടെ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ടയുടെ ആ ഒരു പൊറോട്ട പരത്തിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനായിട്ട്. പത്തെണ്ണം നമ്മളിവിടെ ഇങ്ങനെ പരത്തി അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയൊക്കെ പരത്തി അതുപോലെ തന്നെ പൊടിയൊക്കെ ഇട്ട് മേലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഇങ്ങനെ അടച്ചു വെക്കണം. 1 മണിക്കൂർ 1.5 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. അത്രയും സമയം നമ്മളിത് അടച്ചു വെക്കണം. ഇനി ഇത് എല്ലാം 10 എണ്ണം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ വലിച്ചെടുക്കണം. അടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചുറ്റി വയ്ക്കില്ലേ, അതുപോലെ അതിന് പകരമായിട്ടാണ് നമ്മളിങ്ങനെ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുന്നത്. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരത്തി വെച്ചോണ്ടുണ്ടാവും. കണ്ടില്ലേ, നോക്കിയേ. ഇനി ഇതിങ്ങനെ നമ്മൾ ചുരുട്ടി വെക്കണം. സാധാരണ നമ്മൾ പൊറോട്ട ചുറ്റണം. കണ്ടാ, സിമ്പിൾ. നമ്മൾ അടിച്ച് അപ്പോൾ കഷ്ടപ്പെട്ട് പൊറോട്ട അടിച്ച് പരത്തി അത് കട്ട് ചെയ്ത് പിന്നെ ചുറ്റിക്കൂട്ടുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാ. എനിക്ക്
അപ്പോൾ നമ്മൾ 10 എണ്ണമാണ് ആകെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ 10 എണ്ണവും നമ്മളിങ്ങനെ റൗണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പരത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പരത്തിയിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഫ്രൈ പാനിലിട്ട് ചുടാം. അപ്പോൾ നമ്മുടെ പൊറോട്ട 4 എണ്ണം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ സൈഡിലൊക്കെ നന്നായി അടിക്കുക. നമ്മൾ പൊറോട്ട ചുട്ടിട്ട് ഇങ്ങനെ അടിക്കില്ലേ, എന്നല്ലേ കറക്റ്റ് അതിൻ്റെ ഒരു രീതി എത്തുള്ളൂ. ആ പദം വരാനായിട്ടുള്ളൊരു അടി. അപ്പോൾ എല്ലാവർക്കും പൊറോട്ട ഉണ്ടാക്കാനായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.